ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവേകും ആരതിയും സൂര്യയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ വിവേക് മാത്രം സൂര്യയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ഒരു കുറ്റബോധത്തോടു കൂടിയാണ് വിവേക് സൂര്യയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, അല്ല വിവേക്, ആരതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആരതി റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. സൂര്യയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ആരതി അവിടെ നിൽക്കുന്നത്. അപ്പോൾ സൂര്യ നന്ദിനിയോട് പറയാണ്, ആരതിയെ വിളിച്ചുകൊണ്ട് വാ. അങ്ങനെ നന്ദിനി ആരതിയെയും കൊണ്ട് റൂമിലേക്ക് വരാട്ടോ. അപ്പോൾ ആരതി കുറ്റബോധത്തോടു കൂടിയാണ് സൂര്യയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് സൂര്യയെ കണ്ട ഉടനെ തന്നെ ഏട്ടാ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സൂര്യയുടെ കാല് പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ, എന്താ ആരതി നീ ഈ കാണിക്കുന്നത്? അല്ല, ഏട്ടനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കള്ളം പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് മനസ്സോടെ എനിക്ക് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത്. അപ്പോഴാണ് വിവേകിനെ അവർ പുറത്തിറക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ആരതിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. അപ്പോൾ സൂര്യ പറയണ, എന്തിനാണ് ആരതി നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നന്ദിനി, നീ ആരതിയെ എണീപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരതിയെ നന്ദിനി ചെന്ന്, വേണ്ട, എന്തിനാണ് ആരതി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ആരതി പറയണേ, ഞാൻ ചെയ്ത തെറ്റ് അത്രമാത്രം വലിയ പാപമാണ് ഞാൻ ഏട്ടനോട് ചെയ്തത്. ഏട്ടൻ എനിക്ക് വേണ്ടി വിഷുക്കോടി വരെ കൊണ്ടുവന്നതാണ്. എൻ്റെ സ്വന്തം ഏട്ടൻ പോലും ചെയ്യാത്തതാണ് എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്തത്. അങ്ങനത്തെ ഏട്ടനോട് ഞാൻ ഇങ്ങനെ ഒരു ചതി, ഇങ്ങനെ ഒരു കള്ളം ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ആ കുറ്റബോധം എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാവും എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരതി. നീ നിൻ്റെ ഭർത്താവിനെ പുറത്തിറക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അതിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരിക്കും ഞാനാണ് നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത്. കാരണം നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ കാരണം എൻ്റെ അമ്മയാണ്. ഞാൻ നന്ദിനി ഇവിടെ ഇല്ല എന്ന് ആര് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിക്കാതിരുന്നപ്പോൾ നിങ്ങൾ രണ്ടുപേര് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കുമെന്നുള്ളത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ കൂടപ്പുറപ്പുകൾക്കും മനസ്സിലായത് കൊണ്ടാണ് നിങ്ങളെ കരുവാക്കി നന്ദിനി ഇവിടെ ഇല്ല എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയത്. അങ്ങനെ നോക്കിയാൽ ഞാനല്ലേ നിങ്ങളോട് മാപ്പ് പറയേണ്ടത്? ഞാൻ കാരണം വിവേക് എന്തുമാത്രം അധികം ബുദ്ധിമുട്ടി. അപ്പോൾ ആരതി പറയണേ, ഇതൊക്കെ ഏട്ടൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഏട്ടൻ പറയുന്നത്. അല്ല ആരതി, ഞാൻ പറഞ്ഞതാണ് സത്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയാണ് വിവേകിനെ അവർ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതും വിവേകിനെ ബുദ്ധിമുട്ടിച്ചതും എല്ലാം. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. എനിക്ക് നിങ്ങളോട് കുറ്റബോധമാണ് തോന്നുന്നത്. കാരണം ഞാൻ കാരണമാണല്ലോ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് എന്നുള്ള സങ്കടമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സത്യമായിട്ടും എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. നിങ്ങൾ എൻ്റെ ഫോൺ എടുക്കാതിരിക്കരുത് എന്ന് പറയുമ്പോൾ വിജയ് പറയണ, സത്യമായിട്ടും സൂര്യ, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാനും ആരതിയും ഇങ്ങനെയൊക്കെ ഞങ്ങളെ ചതി ചെയ്തത് ഇതിനു വേണ്ടിയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ വല്ല സൂചനയും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചാലും വേണ്ടിയിരുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു കള്ളം പറയാൻ ഞാൻ ആരതിയും കൂട്ടു നിൽക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്യില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, എന്തിനാണ് വിവേക് നീ ഇങ്ങനെ വിശദീകരിക്കുന്നത്? എനിക്കറിയാലോ എൻ്റെ അമ്മയുടെയും കൂടപ്പറമ്പുകളുടെയും സ്വഭാവം. അവർ എന്തുമാത്രം എത്ര ക്രൂരത ചെയ്താലും അവർ ആഗ്രഹിച്ചതുപോലെ സാധിച്ചെടുക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെ പോകുമെന്നുള്ളതും എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ഒരു തരത്തിലും കുറ്റബോധം ഉണ്ടാവേണ്ട ഒരു ആവശ്യവുമില്ല എന്നൊക്കെ പറയട്ടോ. അങ്ങനെ വിവേകും ആരതിക്കും സൂര്യ ആ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമാണ്. അങ്ങനെ വിവേക് സൂര്യ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആരതി നന്ദിനിയോട് പറയണേ, നന്ദിനി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ, ഞാൻ തന്നെയല്ലേ ആരതി നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്. എങ്ങനെയെങ്കിലും വിവേകിനെ പുറത്തിറക്കാൻ വേണ്ടി പറഞ്ഞതും സൂര്യ സാറിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞത് ഞാൻ തന്നെയല്ലേ. പിന്നെ എന്തിനാണ് എന്നോട് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ആരതി പറയണ സൂര്യയോട്, ഏട്ടാ, നന്ദിനിയെയും ഏട്ടനെയും പിരിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. നന്ദിനി എത്രമാത്രം അധികം ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നോ അതുപോലെ ഏട്ടനും നന്ദിനിയെ അന്വേഷിച്ചു നന്ദിനിയെ ഓർക്കാതെ ഒരു സെക്കൻഡ് പോലും ഏട്ടനും കഴിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാലം എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടുകൂടി നിങ്ങൾ സന്തോഷകരമായിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കണം. അതാണ് നിങ്ങളെ പിരിക്കാൻ വേണ്ടി നോക്കിയവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ. അവർ നിങ്ങളെ പിരിക്കാൻ വേണ്ടി നോക്കിയതിന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കുന്നത് അവർ കാണണം. അതാണ് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ. ഏട്ടൻ ഒരിക്കലും നന്ദിനിയെ കൈവിട്ട് കളയരുത്. അപ്പോൾ സൂര്യ പറയണേ, ഇല്ല ആരതി, ഞാൻ ഒരിക്കലും നന്ദിനിയെ ഉപേക്ഷിക്കില്ല. ഇനി നീ പറഞ്ഞതുപോലെ നന്ദിനി എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. നീ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നിട്ട് സന്തോഷകരമായി തന്നെ ഞങ്ങൾ ജീവിക്കും. അവർ സന്തോഷത്തോടു കൂടി സംസാരിച്ച ശേഷം വിവേകും ആരതിയും താഴേക്ക് പോവുകയാണ്. ഒപ്പം നന്ദിനിയുമുണ്ട്. അപ്പോൾ വിവേകിനെ കണ്ടത് ഉടനെ തന്നെ ആരതിയും കണ്ട ഉടനെ തന്നെ പത്മയും മക്കളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ദ്രജ
ഇന്ദ്രജയും പത്മയും കൂടി വിവേകിനെയും ആരതിയെയും കളിയാക്കിയിട്ട് സംസാരിക്കുകയാണ്. അല്ല, നിങ്ങൾ പോവുകയാണോ? അല്ല, നിങ്ങൾ എന്താണാവോ ഇപ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ഇവിടേക്ക് വന്നത്? അത് പിന്നെ സൂര്യ വിളിച്ചിട്ട് വന്നതാണ് ആൻറ്റി. ആണോ? എന്നാൽ പിന്നെ പെട്ടെന്ന് പോവേണ്ടതില്ലല്ലോ, ഇവിടെ തന്നെ നിന്നോ, ഭക്ഷണമൊക്കെ കഴിച്ച് അവന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോയാൽ പോരെ, എന്താ ഇത്ര ധൃതി? അപ്പോൾ ആരതി പറയണ കുറച്ച് ജോലിയുണ്ട് ആൻറ്റി, അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ എന്തിനാണാവോ ഇങ്ങനെ ധൃതി പിടിച്ച് ഇവിടേക്ക് വന്നത് എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ ആരതി എന്തർത്ഥത്തിലാണ് ഈ ചോദിക്കുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സൂര്യ വിളിച്ചത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ പത്മ ചോദിക്കുകയാണ്, അല്ല, അവനോട് എല്ലാ സത്യവും പറഞ്ഞോ? എന്താണാവോ അവൻ നിങ്ങളോട് ചോദിച്ചത്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവൻ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ, എന്നാൽ ശരി, എന്നാൽ നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞ് പത്മയും ഇന്ദ്രജയും ആരതിയെയും വിവേകിനെയും പരിഹസിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ട് പറഞ്ഞു വിടുന്നത്. അങ്ങനെ നന്ദിനിയും വിവേകും ആരതിയും കൂടി പുറത്തു നിന്ന് സംസാരിക്കണം. അപ്പോൾ ആരതി പറയണ, കണ്ടില്ലേ അവരുടെ സംസാരത്തിൻ്റെ ശൈലി കണ്ടില്ലേ, അവർ മറ്റെന്തൊക്കെയോ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനാണ് അവരിങ്ങനെ പരിഹസിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നന്ദിനി ഇനിയൊന്ന് സൂക്ഷിക്കണം, അവർ ഇനിയും മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യും. അപ്പോൾ നന്ദിനി പറയണേ, നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക, കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നന്ദിനി അവരെ ആശ്വസിപ്പിച്ച ശേഷം അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഇന്ദ്രജയും വിജയനും പത്മയും കൂടി വീണ്ടും സംസാരിക്കുകയാണ്. കണ്ടില്ലേ, അവരിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് സൂര്യയോട് ആ നന്ദിനി എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. വിവേകിനെ നമ്മളാണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നൊക്കെ അതറിഞ്ഞിട്ടാണ് ഇപ്പോൾ വിവേകിനോട് ഇവിടേക്ക് സൂര്യ വരാൻ പറഞ്ഞിട്ടുള്ളത്. അവൾക്കിപ്പോൾ അഹങ്കാരം കൂടി. ഇപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്താലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, സൂര്യ എൻ്റെ കൈക്കുള്ളിലാണെന്നൊക്കെ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. അവൾക്കിപ്പോൾ അമ്മയെ ഭയങ്കര അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിജയനും ഇന്ദ്രജയോടൊപ്പം ചേർന്ന് പത്മയെ എരിപിരി കയറ്റുകയാണ്. അപ്പോൾ പത്മ പറയാണ്, ആ വരട്ടെ, ഏത് വരെ പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഉദ്ദേശിച്ചതുപോലെ നന്ദിനി ഈ വീട്ടിൽ ഉണ്ടാവില്ല. അവളെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പുറത്താക്കുക തന്നെ ചെയ്യും. ഈ വീടിൻ്റെ മരുമകളായി അവൾ ഉറപ്പായും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്മ ഇരിക്കുന്നത്. എന്നിട്ട് നന്ദിനിയോട് രാജേട്ടൻ ചോദിക്കുകയാണ്, അല്ല, എന്തിനാണ് വിവേകും ആരതിയും വന്ന് എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി കാര്യം പറയാണ്, അവർക്ക് നല്ല കുറ്റബോധമുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യ സാറാണ് അവരെ ആശ്വസിപ്പിച്ച് വിട്ടത്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത് ഞാനാണ്. എൻ്റെ അമ്മ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചതി നിങ്ങളോട് ചെയ്തത്, അതിന് ഞാനാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സൂര്യ സാറ് അവരെ രണ്ടുപേരെയും ആശ്വസിപ്പിച്ച ശേഷമാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ രാജേട്ടൻ പറയണ, അത് എന്തുകൊണ്ടും നന്നായുള്ളൂ, അവർ പാവങ്ങൾ, അവരതിൻ്റെ ടെൻഷനിൽ അവർ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞേനെ. സൂര്യ സാർ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി എന്നൊക്കെ രാജുവും പറയട്ടോ. അങ്ങനെ രാജു സൂര്യക്കുള്ള ജ്യൂസുമായിട്ട് പോവുകയാണ്. മോളെ, ഞാൻ ഈ ജ്യൂസ് സൂര്യ സാറിന് കൊടുത്തിട്ട് വരാം, ഇതിലുള്ള ബാക്കി ജ്യൂസ് നീ കുടിച്ചേക്ക്, എന്തുകൊണ്ടും നല്ലതാണ്, ഇവരോടൊക്കെ പൊരുതി നിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ ആരോഗ്യം നമുക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സൂര്യയുടെ അടുത്തേക്ക് രാജു ചെല്ലുന്നത്. അങ്ങനെ രാജു ഉണ്ടാക്കിയ ജ്യൂസ് കുടിച്ച് സൂര്യ നല്ല അഭിപ്രായം പറയുകയാണ്. അപ്പോഴാണ് രാജു ഇനി ആ സത്യം പറയുന്നത്. എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്, സാറ് ഹോസ്പിറ്റലായ സമയത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. അതെന്താ രാജുവേട്ടാ അങ്ങനെ ഒരു സംഭവം? അത് പിന്നെ സൂര്യ സാർ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. ഇന്ദ്രജ മേഡത്തിനെ നന്ദിനി കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. അത് കേട്ടതോടുകൂടി സൂര്യങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ രാജുവേട്ടൻ പറഞ്ഞത്? അതെ, സത്യമാണ്. അത് എന്താണ് കാരണം? ഒന്ന് വിശദമായി പറഞ്ഞുതാ. അപ്പോൾ സൂര്യ ആകാംക്ഷയോട് കൂടിയാണ് കേട്ടോ, സന്തോഷത്തിലാണ്. ഇന്ദ്രജിയെ നന്ദിനി അടിച്ചു എന്ന് കേട്ടതോടുകൂടി സൂര്യക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ രാജുവേട്ടൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ചേർന്ന് നന്ദിനിയുടെ അച്ഛനെയാണ് കുറ്റപ്പെടുത്തിയത്. സൂര്യ സാറിന് ഈ അപകടം വരുത്താൻ കാരണം നന്ദിനിയും നന്ദിനിയുടെ അച്ഛനും കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം വരുത്തിയത് എന്ന് പറഞ്ഞ് നന്ദിനിയുടെ അച്ഛനെ പത്മ മേഡം കാരണം നോക്കി അടിച്ച ശേഷം ഇവിടെ നിന്നും ആട്ടി ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഹോസ്പിറ്റലിലെത്തിയ ശേഷം ഇന്ദ്രജ മേഡമൊക്കെ ഇവരെ കുറ്റപ്പെടുത്തി. നന്ദിനിയുടെ അച്ഛനാണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് നീയും നിൻ്റെ അച്ഛനും കൂടി ചേർന്നാണ് സൂര്യയെ കൊല്ലാൻ വേണ്ടി നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ ഒരുപാട് വിഷമിപ്പിച്ചു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന യതീന്ദ്രൻ സാറും വിശ്വസിച്ചു പോവുകയായിരുന്നു. അപ്പോഴാണ് നന്ദിനിയുടെ ക്ഷമ നശിച്ച് നന്ദിനി കണ്ട കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് നന്ദിനി ഇന്ദ്രജയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ച ശേഷം പറഞ്ഞു, നീയാണ് സൂര്യ സാറിന് ഈ അപകടം വരുത്തിയത്, നീ അവിടേക്ക് തീ കൊളുത്തി വിട്ടത് ഞങ്ങൾ കണ്ടതാണ് എന്നുള്ള കാര്യമൊക്കെ നന്ദിനി വിശദമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നന്ദിനി ഇന്ദ്രജയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞതോടുകൂടി സൂര്യയ്ക്ക് ഒരുപാട് സന്തോഷം
സന്തോഷമാവട്ടോ. അങ്ങനെ എല്ലാ സത്യവും സൂര്യയ്ക്ക് മനസ്സിലാവുകയാണ്. എനിക്ക് ഈ അപകടം വരുത്തിയതിൻ്റെ പിന്നിൽ ഇന്ദ്രജയാണ് എന്നുള്ള ആ സത്യം സൂര്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ സൂര്യയ്ക്ക് നന്ദിനി ഇന്ദ്രജയുടെ കാരണം നോക്കി അടിച്ചു എന്ന് കേട്ടതോടുകൂടി സൂര്യയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ സൂര്യ പൊട്ടിച്ചിരിക്കുകയാണ്. ഒപ്പം രാജുവേട്ടനും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സൗണ്ട് കേട്ട് താഴെ നിന്നും ഇന്ദ്രജയും പത്മയും വിജയനും കൂടി റൂമിലേക്ക് വരികയാണ്, സൂര്യയുടെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അവരെ കണ്ടതോടുകൂടി രാജുവേട്ടൻ അങ്ങനെ ഞെട്ടിപ്പോവാണ്. അയ്യോ, എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ സത്യം ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ വീട്ടിൽ എനിക്ക് ജോലി ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് രാജു അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ സൂര്യ വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സൂര്യയുടെ അടുത്തേക്ക് ഇന്ദ്രജ, എന്താടാ സൂര്യ നീ ഇങ്ങനെ ചിരിക്കുന്നത്? അതൊരു കാര്യമുണ്ട്. എന്താ? ഇങ്ങ് വാ, ഞാൻ പതിയെ ചെവിയിൽ പറഞ്ഞു തരാം എന്ന് പറയണം. അപ്പോൾ ഇന്ദ്രജ സൂര്യയുടെ അടുത്തേക്ക് മുഖവുമായിട്ട് അങ്ങ് ചെല്ലാണ് കേട്ടോ. അതോടുകൂടി സൂര്യ ഇന്ദ്രജയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. അത് കണ്ടതോടുകൂടി പത്മ അങ്ങ് ദേഷ്യപ്പെടി, എന്താടാ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാണ് ഇപ്പോൾ ഇന്ദ്രജയെ അടിച്ചത്? ശരിയാണ്, ഞാൻ അടിച്ചത് തെറ്റാണ്. ഇവളെയൊക്കെ കൊല്ലുകയാണ് വേണ്ടത്. സ്വന്തം അനിയനോട് പോലും അനിയനെ കൊല്ലാൻ നോക്കുന്ന ഇവളൊക്കെ ഒരു ചേച്ചിയാണോ? നാണക്കേട്. അത് കേട്ടപ്പോൾ എന്താ നീ പറഞ്ഞത്? അതെ, എനിക്ക് ഈ അവസ്ഥ വരുത്തിയത് ഇവളാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയണ, ആരാടാ നിന്നോട് ഈ കള്ളം പറഞ്ഞത്? ഇവളാണോ? ഈ നന്ദിനിയാണോ? അപ്പോൾ നന്ദിനി പറഞ്ഞു, ഇല്ല മേഡം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ല, നിങ്ങൾക്കിപ്പോൾ എന്താ അറിയേണ്ടത്? എനിക്ക് ആരാണോ പറഞ്ഞു തന്നത് എന്നാണോ നിങ്ങളുടെ വിഷയം? എന്നോട് ഈ ചെയ്തതിന് നിങ്ങൾക്ക് ഒരു മറുപടിയുമില്ലേ? അതിന് നിന്റെ ചേച്ചി നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇന്ദ്രജ ഇതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളത് വിശ്വസിച്ചു. അത് നിങ്ങളോട് പറഞ്ഞു തന്നത് ഈ നിൽക്കുന്ന ഇന്ദ്രജ തന്നെയല്ലേ? പക്ഷേ എനിക്കറിയാം എന്നോട് ഈ ചതി ചെയ്തത് ആരാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നന്ദിനി, ഇനി എൻ്റെ അടുത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദിനി അങ്ങനെ ഒരു പരുങ്ങലോട് കൂടി ചെല്ലുകയാണ്. നന്ദിനി, നിൻ്റെ കയ്യൊങ്ങ് തന്നേ എന്ന് പറഞ്ഞ് ഷെയ്ക്കേൻ്റെ കൊടുക്കുകയാണ്. നന്ദിനി, ഈ നിൽക്കുന്ന ഇന്ദ്രജയുടെ കാരണം നോക്കി നീ ഒന്ന് പൊട്ടിച്ചില്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവൾക്കൊക്കെ ഇത് കൊടുക്കേണ്ടത് തന്നെയാണ്. ഇനി മേലിൽ നിന്നെ ആരടിച്ചോ, അത് ആരാണെന്നൊന്നും നോക്കണ്ട. ആരാണോ നിന്നെ അടിച്ചത് അവർക്ക് തിരിച്ച് 2 അടി കൂടി നീ എക്സ്ട്രാ കൊടുക്കണം. അതാണ് നീ വേണ്ടത്. അപ്പോഴാണ് നീ സൂര്യയുടെ ഉത്തമ ഭാര്യയായിട്ട് എന്നോടൊപ്പം എനിക്ക് തുല്യമായി നിൽക്കൂ എന്ന് പറയുമ്പോൾ നന്ദിനി, എന്താ സാർ ഈ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കുക. എന്തിന്? ഇവരൊക്കെ ചെയ്തതിന് ഇവർക്ക് ഇതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടി കൊടുക്കേണ്ടത്. സ്വന്തം മകനോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും സ്വന്തം അനിയനെ കൊല്ലാൻ പോലും നോക്കിയ ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ്? എനിക്ക് ആ അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നു, ഒന്നല്ലെങ്കിൽ എൻ്റെ കാല് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും ഇവർ ചിന്തിക്കുന്നില്ലല്ലോ. ഇവരിപ്പോഴും കുറ്റപ്പെടുത്തുന്നത് നീയാണ് ചെയ്തത്, നിൻ്റെ അച്ഛനാണ് ചെയ്തത് എന്നല്ലേ പറയുന്നത്. ഇവർ ചെയ്ത തെറ്റ് മറ്റുള്ളവരാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നത് കണ്ടില്ല. അത് വിശ്വസിക്കാവുന്ന ഒരു അമ്മയും ഇവരോടൊക്കെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? അപ്പോൾ പത്മ പറയണേ, അതെ ഇന്ദ്രജ, നീ ഇങ്ങ് വന്നേ. ഇവനിങ്ങനെ പല വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറയും. ഇവൾ പറയുന്നത് മുഴുവനും അങ്ങ് വിശ്വസിച്ചിരിക്കുകയല്ലേ, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഇന്ദ്രജയും വിജയനെയും കൂട്ടി പോവുകയാണ് കേട്ടോ പത്മ. അപ്പോൾ ഇന്ദ്രജ ഭയങ്കര ദേഷ്യത്തിൽ പകയോട് കൂടിയാണ് 2 പേരെയും നോക്കുന്നത്. നന്ദിനിയുടെ കയ്യിൽ നിന്നും ഇന്ദ്രജയ്ക്ക് കിട്ടിയതും സൂര്യയുടെ കയ്യിൽ നിന്നും കരണം നോക്കി കിട്ടിയതും ഒക്കെ കൂടി ചേർത്ത് ഇന്ദ്രജയ്ക്ക് അത്രയ്ക്ക് പകയാവുകയാണ്. അങ്ങനെ അവരെ ദേഷ്യത്തിൽ തുറിച്ച് നോക്കിയ ശേഷമാണ് ഇന്ദ്രജ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നന്ദിനിയോട് അവിടെ ഇരിക്കാൻ പറയാണ് സൂര്യ. എന്നിട്ട് പറയാണ്, അല്ല നന്ദിനി, നിനക്ക് എങ്ങനെയാണ് ഇന്ദ്രജയുടെ കാരണം നോക്കി പൊട്ടിക്കാൻ എവിടെ നിന്നാണ് നിനക്ക് ധൈര്യം കിട്ടിയത്? അപ്പോൾ നന്ദിനി പറയും, സൂര്യ സാർ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് മറക്കാൻ നോക്കുകയാണ്. എന്തിനാണ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത്? അതും അവരുടെയൊക്കെ മുന്നിൽ വെച്ച്. എന്താ പറഞ്ഞാൽ നിന്നെ ഒരു പേടിയും ബഹുമാനവും ഒക്കെ ഇനി അവർക്ക് വേണം. ഇനി നിന്നെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള ചിന്ത അവർക്ക് വരണം. അപ്പോഴാണ് അവർ നിന്നോട് മര്യാദയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യൂ. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അല്ല, നീ അതിനെക്കുറിച്ചൊന്ന് പറ. അല്ല, സൂര്യ സാറിനോട് ഇത് ആരാണ് പറഞ്ഞത്? രാജുവേട്ടനാണോ? അതെ, രാജുവേട്ടൻ തന്നെ. നീ എന്നോട് ഇതുവരെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ രാജുവേട്ടൻ എന്നോട് എല്ലാ സത്യവും പറയും. അങ്ങനെയാണ് രാജുവേട്ടൻ പറഞ്ഞ സത്യം ഞാനെന്താ മനസ്സിൽ വെക്കുമെന്നാണോ നീ കരുതിയത്? അത് ഇവരുടെ മുഖത്ത് നോക്കി ചോദിച്ചില്ലെങ്കിൽ ഈ സൂര്യയ്ക്ക് പിന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. പക്ഷേ നീ ഇന്ദ്രജയെ അടിച്ചത് അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ് തോന്നുന്നത്. അവർക്ക് കിട്ടാനുള്ളത് തന്നെയാണ് നീ കൊടുത്തത്. അപ്പോൾ നന്ദിനി പറയണ, അല്ല, അവരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞല്ലോ നന്ദിനി ഇവിടെ ഇല്ല എന്ന്. അത് സൂര്യ സാറ് വിശ്വസിച്ചിരുന്നില്ല. ഞാൻ അവർ പറഞ്ഞതൊന്നും തന്നെ ഞാൻ വിശ്വസിച്ചില്ല.
പക്ഷേ ആരതി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വിശ്വസിച്ചു. പക്ഷേ മുഴുവനായും ഞാൻ വിശ്വസിച്ചില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ നന്ദിനി ഇവിടെ തന്നെ ഉണ്ട് എന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നി. നീ എന്നെ വിട്ട് ഒരിക്കലും പോവില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ എൻ്റെ അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളും വായ പൊളിച്ചാൽ നുണയല്ലേ പറയൂ. അതുകൊണ്ട് അവരെ ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ആരതി പറഞ്ഞപ്പോഴാണ് ഞാൻ ചെറുതായി വിശ്വസിച്ചത്. പക്ഷേ അപ്പോഴും മുഴുവനായി ഞാൻ വിശ്വസിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.